ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെ മാനസികമായി തകർക്കാൻ വേണ്ടി പത്മ അടുത്ത ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ്. അതിനുവേണ്ടി സെക്യൂരിറ്റി ഓഫീസിലേക്ക് വിളിച്ചു പറയാണ്, സുദേവനെ ഞങ്ങളുടെ വീട്ടിലെ സെക്യൂരിറ്റി ആയിട്ട് സ്ഥിരമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞ് സുദേവനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ വിളിച്ചു പറയാണ്. അപ്പോൾ അത് കേട്ട സെക്യൂരിറ്റി ഓഫീസർ പറയണ, അതിനെന്താ, എന്നാൽ സുദേവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടാണ് പത്മ മേഡത്തെ പോലെ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അത് ഞങ്ങളുടെ ഓഫീസിനും കൂടി ഒരു അഭിമാനമാണ് എന്ന് പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ ഇന്ദ്രജയും വിജയനും, എന്താ അമ്മ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത്, അപ്പോൾ അയാളെന്നെ പറഞ്ഞു വിടാനല്ലേ നോക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ, അല്ല, നന്ദിനിക്ക് വിഷമമുണ്ടാവണമെങ്കിൽ അവളുടെ കുടുംബത്തെ തൊട്ട് കളിച്ചാൽ അവളുടെ മാനസികമായി തകരും. അതിനു വേണ്ടിയിട്ടാണ് സുദേവനെ ഇവിടെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തണം. അയാൾക്ക് ഞാനൊരു പണി ഒരുക്കിയിട്ടുണ്ട്. നന്ദിനിയുടെ അച്ഛൻ കൺമുന്നിൽ തന്നെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അത് നന്ദിനിക്ക് ഒട്ടും സഹിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് എന്നോടും എൻ്റെ മക്കളോടും ചെയ്തതിന് അവളൊരു പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മ ഓരോ പ്ലാനുകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ സുദേവനെ വിളിച്ച് ഓഫീസിലുള്ളവർ പറയാണ്, നിങ്ങൾ തന്നെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണം, വൈകിട്ട് നിങ്ങൾ പോയാൽ മതി, പത്മ മാഡം നിങ്ങളെ അവിടെ നിർത്താൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുദേവൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതിലെന്തോ ഒരു കുരുക്കുണ്ടല്ലോ, അല്ല എന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനെയല്ലല്ലോ ചെയ്യുക, ഇതെന്തായിരിക്കും എന്നൊക്കെയാണ് സുദേവൻ ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ നന്ദിനി പോയി കഴിഞ്ഞ ശേഷം സുദേവനെ വിളിച്ച് ഓഫീസിൽ നിന്നും പറയാണ്, നിങ്ങൾക്ക് ഇന്ന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കേണ്ടത് നിങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയി നിൽക്കണം. അവരുടെ വീട്ടിൽ 2-3 തവണ കള്ളന്മാർ വന്നതുകൊണ്ട് അവർ നിങ്ങളോട് കാവലായി നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാണ് എന്ന് പറയണ. അങ്ങനെ നന്ദിനി അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുദേവൻ ആ വഴിക്ക് വരുന്നത്. അപ്പോൾ എന്താ അച്ഛാ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്നോട് ടെറസിൻ്റെ മുകളിലാണ് നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ എവിടെയാണ് വഴി എവിടെയെന്ന് ചോദിക്കുമ്പോൾ, ദാ ഇതുവഴി പോയാൽ മതി അച്ഛാ എന്ന് പറഞ്ഞ് നന്ദിനി കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സുദേവൻ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിൽ കൊള്ളുന്നത് കൊണ്ട് തന്നെ സുദേവന് ഒട്ടും സഹിക്കാനും കഴിയുന്നില്ല. പിന്നെ ഇന്നലെ രാത്രിയിൽ ഉറക്കമൊഴിച്ചത് കൊണ്ട് ആ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ സുദേവനുണ്ട്. അങ്ങനെ സുദേവൻ പൊരി വെയിലത്ത് ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ സുദേവന് ആ ഒരു ചൂട് സഹിക്കാൻ കഴിയാതെ സുദേവൻ പിന്നെ ബോധം കിട്ട് നിലത്തേക്ക് വീഴട്ടോ. അങ്ങനെ നന്ദിനി ഇതൊന്നും അറിയാതെ നന്ദിനി സുദേവിന് കുടിക്കാനുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുവരാണ്. അച്ഛൻ ഇതുവരെയും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അച്ഛന് നല്ല ക്ഷീണവും തളർച്ചയും ഉണ്ടാവും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നന്ദിനി സുദേവനുള്ള ജ്യൂസുമായിട്ട് മുകളിലേക്ക് കയറി വരുമ്പോഴാണ് സുദേവൻ അവിടെ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നത്. അതോടുകൂടി നന്ദിനി ചായ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് സുദേവൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലാണ്. എന്നിട്ട് ഒരുപാട് തട്ടി വിളിക്കുകയാണ്, അച്ഛ, അച്ഛനൊന്ന് കണ്ണ് തുറക്കുക, എന്താ അച്ഛന് പറ്റിയത് എന്നൊക്കെ ചോദിച്ച് വെപ്രാളം പിടിച്ച് കരയുകയാണ്. അപ്പോഴൊന്നും ആരും തന്നെയും നന്ദിനിയുടെ അടുത്തേക്ക് വരുന്നത് പോലുമില്ല കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് സൂര്യ വരുന്നത്. അങ്ങനെ സൂര്യ നന്ദിനി ഇങ്ങനെ അച്ഛനെ പിടിച്ച് കരയുന്നത് കാണുമ്പോൾ സൂര്യ ഓടിച്ചെല്ലണം. എന്ത് പറ്റി നന്ദിനി എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, അച്ഛൻ ഇതിവിടെ ബോധം കെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ സൂര്യ സുദേവനെ താങ്ങിയെടുത്ത് തോളിലിട്ട് നേരെ ബെഡിലേക്ക്, റൂമിലെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നിട്ട് സൂര്യ ഡോക്ടറെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും യതീന്ദ്രനൊക്കെ എത്തുകയാണ്. എന്ത് പറ്റിയതാണ് എന്ന് ചോദിക്കുക. അറിയില്ല, അച്ഛൻ തളർന്നു വീണതാണ്, വെയിൽ കൊണ്ടിട്ടാവാനാണ് സാധ്യത, ഇന്നലെ രാത്രിയിലും ഉറക്കമൊഴിച്ചതല്ലേ, എന്തായാലും ഡോക്ടറെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്ന് സുദേവനെ പരിശോധിക്കുകയൊക്കെ ചെയ്യാട്ടോ. അങ്ങനെ ഡോക്ടർ പറയാണ്, തളർച്ചയാണ്, വെയിൽ കൊണ്ടിട്ട്, ഇത്രയും വയസ്സായതല്ലേ, വെയിൽ സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷനും കൊടുത്ത ശേഷമാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ സുദേവൻ അവിടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിൽ കിടത്തണം. അപ്പോൾ നന്ദിനിയും ഒപ്പം തന്നെ ഇരിക്കുകയാണ് കേട്ടോ. പേടിയോട് കൂടിയിട്ട് അച്ഛൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനോട് കൂടി കരഞ്ഞുകൊണ്ട് നന്ദിനി ഇരിക്കുകയാണ്. അങ്ങനെ സൂര്യയും യതീന്ദ്രനും മാറി നിന്ന് സംസാരിക്കേണ്ട. അപ്പോൾ സൂര്യ പറയാണ്, ഇതിൻ്റെ പുറകിൽ ഒരു ചതിയുണ്ട് അച്ഛ, എനിക്ക് നല്ല സംശയമുണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ടെറസിന് മുകളിൽ സെക്യൂരിറ്റി ആയിട്ട് നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല, ഇത് അമ്മയുടെ പണി തന്നെയാണ്, നന്ദിനിയെ തോൽപ്പിക്കാൻ വേണ്ടി, മാനസികമായി നന്ദിനി തകരാൻ വേണ്ടിയിട്ടാണ് അച്ഛനോട് ഈ ക്രൂരത ചെയ്തത്, ഇത് ഞാൻ വെറുതെ വിടില്ല, ഇത് ചോദ്യം ചെയ്യുമെന്ന് പറയുമ്പോൾ യതീന്ദ്രനും സൂര്യയും കൂടി പത്മയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അപ്പോൾ പത്മയും ഇന്ദ്രജയും വേദയും വിജയനൊക്കെ സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ, അച്ഛനോട്, നന്ദിനിയുടെ അച്ഛനോട് നിങ്ങൾ ഇത് മനഃപൂർവ്വം ചെയ്തതല്ലേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ച് സൂര്യ ദേഷ്യപ്പെടുന്ന സമയത്ത് പത്മ പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നതും പരിഹാസത്തോടു കൂടിയും സംസാരിക്കുന്നത്. സൂര്യ ദേഷ്യത്തിൽ പറയണ, നന്ദിനിയുടെ അച്ഛന് വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ, ഇത്രയും വയസ്സായ ഇത്രയും പ്രായമുള്ള ആളല്ലേ, എന്തിനാണ് ടെറസിൻ്റെ മുകളിലേക്ക് സെക്യൂരിറ്റി ആയിട്ട് നിർത്തുന്നത്, നന്ദിനിയുടെ അച്ഛന് സുഖമില്ലാത്ത
അറിയാത്തതല്ലേ, നന്ദിനിയുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പത്മ പറയണ അതിനെന്താ, അയാൾ കൂടിപ്പോയാൽ മരിച്ചു പോവും, അപ്പോൾ ഫോട്ടോയുടെ മോള് മാലയിട്ടാൽ പോരെ എന്നങ്ങ് പറയുമ്പോൾ അത് സൂര്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത്, എന്താണ് നിങ്ങൾ പറഞ്ഞത്, മാല ഇടേണ്ട കാര്യമല്ലേ, എങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സൂര്യ ദേഷ്യത്തിൽ താഴേക്ക് പോവാട്ടോ. അപ്പോൾ യതീന്ദ്രൻ, മോനെ സൂര്യ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സൂര്യ നേരെ സെക്യൂരിറ്റി ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ ഞാനാണ് സൂര്യയാണ്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വിളിച്ചത്. നിങ്ങളുടെ സ്റ്റാഫുകളെ എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളും എൻ്റെ വീട്ടിലേക്ക് എന്ന് തന്നെ പറഞ്ഞു വിടണം. എന്തിനാണ് സൂര്യ സാർ, എന്താണെന്നൊക്കെ ഞാൻ പിന്നെ നിങ്ങളെ അറിയിച്ചോളാം, നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേൾക്കുമോ എന്ന് ചോദിക്കും. അതിനെന്താ സൂര്യ സാർ, ഇപ്പോൾ തന്നെ എല്ലാ സ്റ്റാഫുകളെയും അവിടേക്ക് പറഞ്ഞു വിടാം എന്ന് പറയട്ടെ. എന്നിട്ട് ഫോൺ വെച്ച ശേഷം രാജുവിനോട് പറയണേ, നീ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞ് രാജുവിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ രാജു സൂര്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരിക കേട്ടോ. അപ്പോഴത്തേക്കും സെക്യൂരിറ്റികൾ എല്ലാവരും തന്നെ വീട്ടിലെത്തുകയാണ്, എല്ലാ സ്റ്റാഫുകളും വീട്ടിലെത്തുകയാണ്. അപ്പോഴത്തേക്കും സുദേവന് ബോധം വരികയാണ്. അപ്പോൾ സുദേവനും നന്ദിനിയും ഒക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് എല്ലാ സ്റ്റാഫുകളെയും കാണുമ്പോൾ അവരൊക്കെ അതിശയിക്കുക, ഇതിപ്പോൾ എന്താണ് സൂര്യ സാർ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഭാവത്തിലിട്ട്. അപ്പോൾ പത്മയും വേദയും ഇന്ദ്രജയും വിജയനും ഒക്കെ പുറത്തേക്ക് വരികയാണ്. സുദേവനും എല്ലാവരും. അങ്ങനെ ആ സ്റ്റാഫുകളുടെ ഇടയിൽ വെച്ച് സൂര്യ നന്ദിനിയുടെ അച്ഛന് ഒരു അംഗീകാരം കൊടുക്കാനാണ് കേട്ടോ പത്മക്കിട്ട് നല്ലൊരു അടിയാണ് ഇനി സൂര്യ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് സൂര്യ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ സൂര്യ എല്ലാ സ്റ്റാഫുകൾക്കും ഓരോ ഗോൾഡ് കോയിനും ഒരു കൂട്ട് ഡ്രസ്സുമാണ് വാങ്ങിച്ചിട്ടുണ്ടാവുക. അത് എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും അത് ഒരുപാട് സന്തോഷമാവാം കേട്ടോ. ഇതുവരെയും ഞങ്ങൾക്ക് ഇങ്ങനെ ആരും ഒരു അംഗീകാരം തന്നിട്ടില്ല, ഞങ്ങൾ എത്ര തന്നെ ജോലി ചെയ്താലും ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സ്വർണ്ണ നാണയമൊന്നും വാങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരു മഹത്തായ ജോലി തന്നെയാണ്, ഓരോ ജോലിക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആ ജോലിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കേണ്ട. അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പത്മയ്ക്കൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ എന്താ ഈ കാണിക്കുന്നത്, ഭ്രാന്താണോ എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ എല്ലാ സ്റ്റാഫുകളുടെയും മുന്നിൽ വെച്ച് നന്ദിനിയുടെ അച്ഛന് ഒരു അംഗീകാരം പോലെ എല്ലാവർക്കും മുന്നിൽ വെച്ച് സൂര്യ നന്ദിനിയുടെ അച്ഛന് മാല ഇട്ട് കൊടുക്കുകയാണ്. അത് കാണുന്ന പത്മയ്ക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല, ഇവൻ എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് സൂര്യ നന്ദിനിയുടെ അച്ഛനെ കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കുകയാണ്. അത്രയും നല്ല മനുഷ്യനാണ്, ഇത്രയും മഹത്തായ ജോലി തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വീടിൻ്റെ കാവലായി നിങ്ങൾ ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്നത് അത് ചില്ലറ ജോലിയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രശംസയോടുകൂടിയുള്ള വാക്കുകളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ സ്റ്റാഫുകൾക്ക് എല്ലാവർക്കും സൂര്യ ആ ചെയ്ത പ്രവൃത്തി ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ പത്മയുടെ മുന്നിൽ വെച്ച് നന്ദിനിയുടെ അച്ഛന് മാലയിട്ട് അംഗീകാരം കൊടുക്കുന്നത് കണ്ടപ്പോൾ പത്മയ്ക്ക് അത് ഒട്ടും തന്നെ സഹിക്കുന്നില്ല. അങ്ങനെ കലി തുള്ളിയ പത്മ അകത്തേക്ക് സൂര്യയുടെ മുന്നിൽ ഒന്നും പറയാനാവാതെ ദേഷ്യത്തിൽ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ സൂര്യ ചെയ്ത ആ പ്രവൃത്തി യതീന്ദ്രനും ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് കേട്ടോ. നന്ദിനിക്ക് ഇപ്പോൾ വലിയൊരു ആശ്വാസമായിട്ടുണ്ടാവും എന്നുള്ളതാണ് യതീന്ദ്രൻ ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത്. അങ്ങനെ നന്ദിനിയും അച്ഛനും കൂടി വീട്ടിലേക്ക് പോവാണ്. തൊട്ടു പുറകെ ആയിട്ട് ഇനി സൂര്യയും അവിടേക്ക് ചെല്ലണം.